മിത്തോളജിക്കൽ ഗെയിമുകൾ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഗെയിം, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള പ്രൊട്ടഗണിസ്റ്റും. ഞാനിന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഗോഡ് ഓഫ് വാർ 1, 2, 3 എന്നീ ഗെയിമിംഗ് സീരീസുകളെ കുറിച്ചാണ്. വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഗോഡ് ഓഫ് വാർ എന്ന ഗെയിം ഒരു ഗ്രീക്ക് മിത്തോളജി ബേസ്ഡ് ഗെയിമാണ്. ഗ്രീക്ക് മിത്തോളജി അനുസരിച്ച് ആദ്യം ജീവിച്ചിരുന്നത് പ്രൈമോഡിയൽസ് എന്ന് പറയുന്ന വിഭാഗമാണ്. ഈ പ്രൈമോഡിയൽസ് എന്ന വിഭാഗം നടത്തിയ യുദ്ധത്തിൽ നിന്നാണ് ഫ്യൂറിസ് എന്ന വിഭാഗം ഉടലെടുക്കുന്നത്. ഫ്യൂറിസ് എന്ന വിഭാഗം ടൈറ്റിൽസ്, മോർട്ടൽസ്, ഗോഡ്സ് എന്നിവരെ അനുസരിക്കാത്ത ഒരു വിഭാഗമാണ്. ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഗോഡ്സിന് കൊടുത്തിട്ടുള്ള ബ്ലഡ് ഓത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് ഗോഡ്സ് ഓഫ് ഒളിമ്പസിലുള്ളവർക്ക് വാക്ക് കൊടുത്ത് എന്തെങ്കിലും കാരണത്താൽ ആ വാക്ക് തെറ്റിക്കുകയാണെങ്കിൽ അവരെ പിടിച്ച് ഒളിമ്പസിൽ കൊണ്ടുവരികയും എന്നിട്ട് അവർ ആ ഓത്ത് പാലിക്കുന്നത് വരെ അവരെ ടോർച്ചർ ചെയ്യുകയുമാണ് ചെയ്തിരുന്നത്. ഈ സമയത്ത് ഭൂമി ഭരിച്ചിരുന്നത് ടൈറ്റൻസ് ആയിരുന്നു. ടൈറ്റൻസ് എന്ന് പറയുന്നത് പ്രൈമോഡിയൽസിൻ്റെ തന്നെ പിൻഗാമികളാണ്. ടൈറ്റൻസിൻ്റെ ഭരണത്തോടു കൂടി ഗോൾഡൻ ഏജ് എന്നൊരു ഏജ് ഭൂമിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെയുള്ള മാൻകൈൻഡ് നല്ല രീതിയിൽ തന്നെ ജീവിതം തുടർന്നു പോന്നു. ഇതിനിടയിൽ ടൈറ്റൻ ക്രോണോസ് തൻ്റെ അച്ഛനെ കൊന്ന് അധികാരത്തിൽ വന്നു. അങ്ങനെ ഒറാക്കിളിൻ്റെ പ്രവചനത്തിലൂടെ ക്രോണോസ് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. താൻ തൻ്റെ അച്ഛനെ കൊന്ന് എങ്ങനെയാണോ അധികാരത്തിൽ വന്നത്, അതുപോലെ തന്നെ തൻ്റെ മക്കൾ കാരണമായിരിക്കും തൻ്റെ മരണം എന്നുള്ളത്. ഈ ഒരു പ്രവചനത്തെക്കുറിച്ച് അറിഞ്ഞ ക്രോണോസ് തൻ്റെ കുഞ്ഞുങ്ങളെ ഓരോന്നോരോന്നായി വിഴുങ്ങാൻ തുടങ്ങി. പക്ഷേ ഇത് കണ്ടുമടുത്ത ക്രോണോസിൻ്റെ ഭാര്യയായ റീഹ തനിക്ക് ജനിച്ച അവസാനത്തെ മകനായ സിയൂസിനെ വളരെ തന്ത്രപരമായ ഒരു ഐലൻഡിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നു. പിന്നീട് ആ ഐലൻഡിലെ മദർ എർത്തായ ഗായ സിയൂസിനെ നോക്കി വളർത്തുകയാണ്. പിന്നീട് സിയൂസ് വളർന്ന് വലുതായപ്പോൾ തൻ്റെ സഹോദരങ്ങളെ ക്രോണോസിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷിച്ച് പുറത്തു കൊണ്ടുവരണം എന്ന് ഗായ സിയൂസിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അതിനു പകരം സിയൂസ് തൻ്റെ ഫെല്ലോ ഗോഡ്സിൻ്റെ സഹായത്തോടു കൂടി ഭൂമിയിലെ മൊത്തം ടൈറ്റൻസുമായി ഒരു യുദ്ധം പുറപ്പെടുവിച്ചു. സിയൂസ് തൻ്റെ കയ്യിലുള്ള ഏറ്റവും പവർഫുള്ളായ ബ്ലേഡ് ഓഫ് ഒളിമ്പസ് ഉപയോഗിച്ച് യുദ്ധം കംപ്ലീറ്റ് ആക്കുകയാണ്. പിന്നീട് ബാക്കി വന്ന ടൈറ്റൻസിനെ പിറ്റ് ഓഫ് ടാർട്ടസ് എന്ന സ്ഥലത്ത് തടവിലാക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന എജിയോൺ എന്ന ടൈറ്റൻ ഗോഡ്സിന് കൊടുത്ത ഓത്ത് തെറ്റിയത് കൊണ്ട് തന്നെ ഫ്യൂറിസ് എന്ന വിഭാഗത്തിൻ്റെ ഇരയായി എജിയോൺ മാറുകയാണ്. ഫ്യൂറിസ് ആ ടൈറ്റനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. പിന്നെ മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിൾ എന്ന പോലെ ഒരു ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ടൈറ്റൻസുമായുള്ള യുദ്ധത്തിന് ശേഷം സിയൂസ് കിങ് ഓഫ് ഗോഡായി മൗണ്ട് ഓഫ് ഒളിമ്പസിൽ ഭരിക്കാൻ തുടങ്ങി. സിയൂസിന് കുറേ മോർട്ടൽ സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. അതിൽ കെലിസ്റ്റോ എന്ന സ്ത്രീയുടെ മകനാണ് ഈ ഗെയിമിലെ പ്രൊട്ടഗണിസ്റ്റായ ക്രേറ്റോസ്. ഇതിനിടയിൽ ഹീര എന്ന സ്ത്രീയെ സിയൂസ് വിവാഹം കഴിക്കുകയും അവരിൽ അദീന, ഹെർക്കുലീസ്, ഏറിസ് എന്ന മക്കൾ ജനിച്ചു. അതിൽ ഏറിസ് എന്ന മകൻ ഗോഡ് ഓഫ് വാർ ആകുകയും ചെയ്തു. പിന്നീട് ഏറിസിന് തൻ്റെ അച്ഛനായ സിയൂസിനെ കൊന്ന് മൗണ്ട് ഓഫ് ഒളിമ്പസ് ഭരിക്കാൻ മോഹമുണ്ടാകുന്നു. അതിനായി ഏറിസ് ഫ്യൂറിസിൻ്റെ കൂടെ ചേർന്ന് ഒരു പവർഫുള്ളായ വാരിയർ ഓർക്കോസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഓർക്കോസ് ഏറിസിന് മുന്നിൽ വൻ പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്യൂറിസ് ഓർക്കോസിനെ അവരെപ്പോലെ ഒരു ഗോഡ് ഓത്ത് കീപ്പറാക്കി മാറ്റുന്നു. ഏറിസിനാണെങ്കിൽ സിയൂസിനെ നേരിടാൻ ഒരു പവർഫുൾ വാരിയറിന് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വാരിയറിനെ ഏരിയസ് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഇതിനിടയിൽ കെലിസ്റ്റോ രണ്ടാമതൊരു മകനായ ഡീമോസിനും ജന്മം നൽകി. ഡീമോസിൻ്റെ ശരീരത്തിൽ ജനിച്ചപ്പോൾ തന്നെ ഒരു ബർത്ത് മാർക്കുണ്ടായിരുന്നു. ബ്രദേഴ്സായ ക്രേറ്റോസിനും ഡീമോസിനും സ്പാർട്ടയിലെ പവർഫുൾ വാരിയേഴ്സ് ആവാനായിരുന്നു ആഗ്രഹം. ഇതിനിടയിൽ ഒറാക്കിളിൻ്റെ പ്രവചനത്തിലൂടെ സിയൂസ് ഒരു സത്യം മനസ്സിലാക്കുകയാണ്. ഗോഡ്സിൻ്റെയും ഒളിമ്പസിൻ്റെയും അന്ത്യം ടൈറ്റൻസിനെ കൊണ്ടല്ല, മറിച്ച് ഒരു മോർട്ടലായിട്ടുള്ള മാർക്ക്ഡ് വാരിയറിനെ കൊണ്ടാണെന്ന്. അതുകൊണ്ട് തന്നെ സിയൂസിൻ്റെ മക്കളായ അദിനയോടും ഏറിസിനോടും അവർ കണ്ടെത്തിയ മാർക്ക്ഡ് വാരിയറായ ഡീമോസിനെ പിടിച്ചു കൊണ്ടുവരാനായി പറയുന്നു. ക്രേറ്റോസ് തൻ്റെ സഹോദരനായ ഡീമോസിനെ രക്ഷിക്കാനായി ശ്രമിക്കുമെങ്കിലും ഏറിസ് ക്രേറ്റോസിനെ ഇടിച്ച് ക്രേറ്റോസിൻ്റെ ഇടത് കണ്ണിൽ ഒരു സ്കാർ മാർക്ക് വരുത്തുകയാണ്. അദീനയും ഏറിസും ഡീമോസിനെയും കൊണ്ടുപോകുന്നു. പിന്നീട് ഗോഡ് ഓഫ് ഡെത്തായ താനറ്റോസിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഡീമോസിനെ ഏൽപ്പിക്കുന്നു. തൻ്റെ സഹോദരൻ ഡീമോസ് മരിച്ചു എന്ന് വിചാരിച്ച് ഡീമോസിനെ പോലെ തൻ്റെ ശരീരം മുഴുവൻ ടാറ്റു ചെയ്തു വെക്കുകയാണ് ക്രേറ്റോസ്. പിന്നീട് സ്പാർട്ടൻ ആർമിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ധീരനായ ക്രേറ്റോസിനെ സ്പാർട്ടൻ ജനറൽസ് പോലും വാനോളം പുകഴ്ത്തിയിരുന്നു. പിന്നീട് ക്രേറ്റോസ് ലിസാൻഡ്ര എന്ന പെണ്ണിനെ വിവാഹം കഴിച്ചു. അവർക്ക് അതിൽ കാലിയപ്പ് എന്ന മകളും ജനിക്കുന്നു. പക്ഷേ കാലിയപ്പിന് ജന്മന ഒരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നതുകൊണ്ട് സ്പാർട്ടൻ നിയമപ്രകാരം ഒരു ഡിസീസുള്ള കുട്ടി ജനിച്ചാൽ ആ കുഞ്ഞിനെ കൊല്ലണമെന്നുള്ളതാണ്. അപ്പോഴാണ് ഗോഡ് ഓഫ് ഹീലിംഗ് എസ്കാലിയപ്പസിനെ കുറിച്ച് ക്രേറ്റോസ് അറിയുന്നത്. എസ്കാലിയപ്പസിൻ്റെ എംബ്രോഷ്യ എന്ന ഒരു തരം മരുന്ന് അത് വെച്ച് മരണം വരെ ഇല്ലാതാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ ഒരു എംബ്രോഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടി ഗോഡ്സ് ഓഫ് ഒളിമ്പസ് ഏറ്റവും ശക്തരായ വാരിയേഴ്സിനെ കണ്ടുപിടിക്കുന്നു. ആ കൂട്ടത്തിൽ ക്രേറ്റോസും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ എംബ്രോഷ്യ കണ്ടുപിടിക്കാനുള്ള യാത്രക്കിടയിൽ ക്രേറ്റോസ് ബാർബേറിയൻ കിങ്ങായ ആൽട്രിക്കിനെ കണ്ടുമുട്ടുന്നു.
ആൽഡ്രിക് തൻ്റെ അച്ഛനെ സുഖപ്പെടുത്താനായി ഇതേ അംബ്രോഷ്യ തേടി വന്നതായിരുന്നു. പക്ഷേ ക്രേറ്റോസ് ആൽഡ്രിക്കുമായി ഫൈറ്റ് ചെയ്ത് അംബ്രോഷ്യ തിരിച്ചെടുത്ത് കൊണ്ടുവരേണ്ടതായി വരുന്നു. അങ്ങനെ തൻ്റെ മകളായ കാരിയപ്പിനെ സുഖപ്പെടുത്താനും പറ്റുന്നു. അങ്ങനെ ക്രേറ്റോസിൻ്റെ ധീരപ്രവൃത്തി കണ്ട് ക്രേറ്റോസിനെ സ്പാർട്ടൻ ക്യാപ്റ്റനായി അവർ പ്രൊമോട്ട് ചെയ്യുന്നു. യുദ്ധത്തിൽ ക്രേറ്റോസ് ഒരാളെ കൊല്ലുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ ബ്രൂട്ടലായിട്ടായിരുന്നു കൊന്നിരുന്നത്. യുദ്ധം ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുമായിരുന്നു ക്രേറ്റോസ്. പക്ഷേ തൻ്റെ ജീവിതത്തിൽ താൻ അനുസരിച്ചിരുന്ന രണ്ട് വ്യക്തികളെന്ന് പറയുന്നത് അത് തൻ്റെ ഭാര്യയും മകളുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രേറ്റോസ് മുൻപ് തോൽപ്പിച്ച ആൽഡ്രിക് എന്ന ബാർബേറിയൻ കിങ് തൻ്റെ ആർമിയെ കൊണ്ടുവന്ന് ക്രേറ്റോസിൻ്റെ ആർമിയെ മൊത്തത്തിൽ വകവരുത്തുന്നത്. അങ്ങനെ ഇതൊക്കെ കണ്ട ക്രേറ്റോസ് ഗോഡ് ഓഫ് വാറായ ഏറിസിനെ സഹായത്തിന് വിളിക്കുന്നു. ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി കാത്തുനിന്ന ഏറിസ് ക്രേറ്റോസിന്റെ കയ്യിൽ ഒരു ചുട്ടുപഴുത്ത ചങ്ങല കൊണ്ട് ബന്ധിച്ച ബ്ലേഡ്സ് ഓഫ് കെയോസ് എന്ന വെപ്പൺ കൊടുക്കുന്നു. ഈ വെപ്പൺ കൊടുക്കുമ്പോൾ പഴുത്ത ചങ്ങല കൊണ്ട് ക്രേറ്റോസിന്റെ കയ്യിലുണ്ടാകുന്ന മാർക്ക് സൂചിപ്പിക്കുന്നത് ക്രേറ്റോസ് ജീവിതകാലം മുഴുവനും ഏറിസിന്റെ അടിമയാണ് എന്നുള്ളതാണ്. അങ്ങനെ അതിനുശേഷം ഏറിസ് ക്രേറ്റോസിനെ കൊണ്ട് കുറേ അധികം ക്രൂരതകൾ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അധികം ക്രൂരതകൾ ചെയ്തതുകൊണ്ട് തന്നെ ക്രേറ്റോസിന്റെ മനസ്സിൽ മനുഷ്യത്വം എന്നത് തരിമ്പ് പോലും ഇല്ലാത്ത അവസ്ഥയായി മാറി. ഇത്രയും ക്രൂരതകൾ ചെയ്യിപ്പിക്കുന്നതിനിടയിൽ അഥീനയെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തിനടുത്തേക്ക് ഏറിസ് ക്രേറ്റോസിനെ റെയ്ഡിനായി അയക്കുന്നു. അങ്ങനെ ക്രേറ്റോസ് ആ വില്ലേജിലെ എല്ലാവരെയും കൊന്നതിന് ശേഷം ഒരു ടെമ്പിളിന് മുന്നിൽ എത്തുകയാണ്. ആ ടെമ്പിളിന് മുന്നിൽ ഒറാക്കിൾ നിൽക്കുന്നുണ്ടായിരുന്നു. ക്രേറ്റോസിനെ കണ്ട ഒറാക്കിൾ ഈ ടെമ്പിളിന്റെ ഉള്ളിൽ കയറിയാൽ നിനക്ക് പലവിധ ആപത്തുകളും ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ക്രേറ്റോസ് അകത്തേക്ക് കയറി അകത്തുള്ള സകലരെയും കൊല്ലുന്നു. അങ്ങനെ എല്ലാവരെയും കൊന്നു കഴിഞ്ഞതിന് ശേഷമാണ് ക്രേറ്റോസിന് ഒരു കാര്യം മനസ്സിലാകുന്നത്. താൻ കൊന്നവരിൽ അവസാനത്തെ 2 പേർ തൻ്റെ ഭാര്യയും മകളുമാണെന്നുള്ളതാണ്. അപ്പോഴാണ് ഏരിസ് പ്രത്യക്ഷപ്പെടുന്നത്. ക്രേറ്റോസിൻ്റെ മകളെയും ഭാര്യയെയും സ്പാർട്ടയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവന്നത് ഏരിസ് തന്നെയാണ്. ഏരിസിനെ സേവിക്കണമെങ്കിൽ നിനക്ക് ജീവിതത്തിൽ ഒരു വീക്ക്നെസ്സും പാടില്ല. അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിൽ നിന്റെ ഭാര്യയും മകളും അതിനൊരു വിലങ്ങ് തടിയാവരുത്. ഇനി നിനക്ക് ശിഷ്ടകാലം ഏരിസിനെ സേവിക്കാമെന്നും പറയുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിയ ക്രേറ്റോസിന് വളരെയധികം ദേഷ്യം വരുന്നു. പിന്നീട് ഏരിസ് തന്നെ ജീവിതത്തിൽ എന്താക്കി മാറ്റി എന്ന ചിന്ത ക്രേറ്റോസിന്റെ മനസ്സിൽ ഉടലെടുക്കുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്ന ഒറാക്കിൾ ക്രേറ്റോസിന്റെ ക്രൂരത നാട്ടുകാരറിയാൻ വേണ്ടി ക്രേറ്റോസിന്റെ ഭാര്യയുടെയും മകളുടെയും ചിതാഭസ്മം ക്രേറ്റോസിന്റെ സ്കിന്നിലേക്ക് അലിയിപ്പിക്കുകയാണ്. അങ്ങനെ ക്രേറ്റോസ് ഗോസ്റ്റ് ഓഫ് സ്പാർട്ട എന്ന പേരിലും അറിയപ്പെടാനും തുടങ്ങി. അങ്ങനെ ക്രേറ്റോസിന് ഏറിസിനോടുള്ള പക കൂടി വന്നു. അതുകൊണ്ട് തന്നെ ഏരിസിന് കൊടുത്തുള്ള ബ്ലഡ് ഓത്ത് തെറ്റിക്കാനായി ക്രേറ്റോസ് തീരുമാനിക്കുകയാണ്. പിന്നീട് ക്രേറ്റോസിന് റിയാലിറ്റിയുമായുള്ള ബന്ധം നഷ്ടമാവുകയാണ്. റിയാലിറ്റി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി ക്രേറ്റോസ്. അങ്ങനെ ഇരിക്കെ ഏരിസിന്റെ മകനായ ഓർക്കസ് ക്രേറ്റോസിന്റെ അടുത്ത് വന്ന് ക്രേറ്റോസിന്റെ വൈഫിന്റെ റിങ്ങും നെക്ലേസും അവനെ കാണിക്കുന്നു. അതിലൂടെ ക്രേറ്റോസിന്റെ മനസ്സ് ശാന്തമാവുകയാണ്. പക്ഷേ ഇതിന് കാരണം ഫ്യൂറീസ് ആണെന്നും ഏരിസിന്റെ ബ്ലഡ് ഓത്ത് തെറ്റിച്ചത് കൊണ്ടാണ് റിയാലിറ്റി മനസ്സിലാക്കാൻ കഴിയാത്തതെന്നും ഓർക്കസ് പറയുന്നു. പിന്നീട് ഡെൽറ്റ എന്ന സ്ഥലത്തെ അലീറ്റ എന്ന ഒറാക്കിളിനെ കാണാനായി ഓർക്കസ് ക്രേറ്റോസിനോട് പറയുന്നു. ഒറാക്കിളായ അലീറ്റ ക്രേറ്റോസിനോട് പറയുകയാണ്, നിനക്ക് ഏരിസിന്റെ ബ്ലഡ് ഓത്ത് തെറ്റിക്കണമെങ്കിൽ ഫ്യൂറീസ് എന്ന വിഭാഗത്തെ കൊല്ലണമെന്നും അതല്ലാതെ വേറെ വഴിയില്ലെന്നും പറയുന്നു. പക്ഷേ ക്രേറ്റോസിന് കൺമുൻപിൽ കാണുന്നതെല്ലാം ഒരു ഇല്യൂഷൻ പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് മാറാൻ ഐസ് ഓഫ് ട്രൂത്ത് എന്ന ഒരു കാര്യം കണ്ടെത്താനായി ഒറാക്കിൾ ക്രേറ്റോസിനോട് പറയുന്നു. ഏരിസിന് തൻ്റെ അച്ഛനായ സിയൂസിനെ കൊന്ന് ഒളിമ്പസിനെ ഒറ്റയ്ക്ക് ഭരിക്കണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് തൻ്റെ അച്ഛനായ സിയൂസിനെ പോലും അനുസരിക്കാതെ ക്രേറ്റോസിന് എല്ലാ സഹായങ്ങളും ചെയ്യുന്നതെന്ന് ഓർക്കസ് ക്രേറ്റോസിനോട് പറയുന്നു. ഐസ് ഓഫ് ട്രൂത്ത് കണ്ടെത്തുന്നതിനിടയിൽ ഫ്യൂറീസ് ക്രേറ്റോസിനെ പിടികൂടുകയും പിന്നീട് 2 ആഴ്ചയോളം ക്രേറ്റോസിനെ പ്രിസൺ ഓഫ് ബാം എന്ന സ്ഥലത്ത് വെച്ച് ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്നു. അവിടെ നിന്നെല്ലാം ക്രേറ്റോസ് രക്ഷപ്പെടുകയും പിന്നീട് 3 ഫ്യൂറീസിനെയും ക്രേറ്റോസ് കൊല്ലുകയും ചെയ്യുന്നു. പക്ഷേ ഫ്യൂറീസ് മരിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഏറിസിന്റെ മകനായ ഓർക്കസിനെ അവസാനത്തെ ഓത്ത് കീപ്പറാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. നിവർത്തിയില്ലാതെ ക്രേറ്റോസിന് ഓർക്കസിനെയും കൊല്ലേണ്ടതായി വരികയാണ്. ഓർക്കസിനെ കൊന്നതോടുകൂടെ തൻ്റെ പഴയ നൈറ്റ്മെയർസ് അവൻ്റെ മനസ്സിലേക്ക് തിരിച്ചു വരികയാണ്. ഗോഡ്സ് ഓഫ് ഒളിമ്പസിന്റെ സേവകനായി ജോലി ചെയ്താൽ തൻ്റെ ഈ ഒരു നൈറ്റ്മെയർസിൽ നിന്ന് തനിക്ക് രക്ഷ കിട്ടുമെന്ന് വിചാരിച്ച ക്രേറ്റോസ് ഗോഡ്സ് ഓഫ് ഒളിമ്പസിന്റെ സേവകനാകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ക്രേറ്റോസ് ഗോഡ്സ് പറയുന്ന സകല ജോലികളും ചെയ്യുന്നു. അടുത്ത ജോലി ഗോഡ്സിനോട് ക്രേറ്റോസ് ചോദിക്കുന്നതിന് തൊട്ടു മുൻപായി സൺ ഗോഡായ ഹീലിയസ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നു. അതോടുകൂടി തന്നെ ഭൂമി മൊത്തം ഇരുട്ടിലാവുകയുമാണ്. ഹീലിയസിന്റെ പ്രകാശം പിന്തുടർന്ന അഥീന ഹീലിയസിനെ കാണാനില്ല എന്നും ഉറക്കത്തിന്റെ ദേവനായ സ്ലീപ്പ് ഗോഡ് മോർഫസ് ഒളിമ്പിയൻ ഗോഡ്സിനെ ഉറക്കി ഡീപ്പ് സ്ലീപ്പിലാക്കിയിരിക്കുകയാണെന്നും പറയുന്നു. അങ്ങനെ ക്രേറ്റോസിന് ഹീലിയസിനെ രക്ഷിക്കാനുള്ള ജോലി ഗോഡ്സ് നൽകുന്നു.
ടൈറ്റൻസിലൊരാളായ അറ്റ്ലസിനെ സിയൂസിൻ്റെ പിറ്റ് ഓഫ് ടാർട്ടസിൽ നിന്ന് രക്ഷിച്ചുവെന്നും രക്ഷപ്പെട്ട അറ്റ്ലസ് ഹീലിയസിൻ്റെ സൺ പവറിന് വേണ്ടി അവനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നും ഹീലിയസിൻ്റെ ടെമ്പിളിൽ വെച്ച് ഹീലിയസിൻ്റെ സഹോദരിയായ ഇയോസ് ക്രേറ്റോസിനോട് പറയുന്നു. ഹീലിയസിനെ രക്ഷപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ തന്നെ തൻ്റെ നൈറ്റ്മേഴ്സിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് ഇയോസ് ക്രേറ്റോസിനോട് പറയുന്നു. ഇത് കേട്ട ക്രേറ്റോസ് ഹീലിയസിൻ്റെ രഥം ഉപയോഗിച്ച് അണ്ടർവേൾഡ് എന്ന സ്ഥലത്തെത്തുന്നു. അവിടെ ലാൻഡ് ഓഫ് ഡെത്ത് എന്ന സ്ഥലത്ത് ഹീലിയസിനെ അന്വേഷിക്കുന്നതിനിടയിൽ തൻ്റെ മകളായ കാലിയപ്പിനെ ക്രേറ്റോസ് ഒരു മിന്നായം പോലെ കാണുന്നു. പിന്നെ ഗോഡ് ഓഫ് അണ്ടർവേൾഡായ ഹേഡിസിൻ്റെ ഭാര്യയായ പേഴ്സിഫണിയെയും ക്രേറ്റോസ് കാണുന്നു. പേഴ്സിഫണി ക്രേറ്റോസിനോട് പറയുകയാണ് ക്രേറ്റോസിന് തൻ്റെ മകളെ കാണാൻ പറ്റും, പക്ഷേ തൻ്റെ വെപ്പൺ ഫോർസേക്കൻ ട്രീയിൽ സമർപ്പിച്ച ശേഷം ഒരു നോർമൽ മോർട്ടലായി ജീവിക്കണമെന്നതായിരുന്നു അതിനുള്ള പരിഹാരം. ഗോഡ്സ് അവരുടെ വാക്ക് പാലിക്കാത്ത കാരണം നൈറ്റ്മേഴ്സിൽ നിന്നും ക്രേറ്റോസിന് രക്ഷപ്പെടാൻ പറ്റാത്തതുകൊണ്ട് ഹീലിയസിനെ അന്വേഷിച്ചുള്ള ആ മിഷൻ അവിടെ അവസാനിപ്പിച്ച് മകളുടെ കൂടെ ശിഷ്ടകാലം ജീവിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് പേഴ്സിഫണി അവരുടെ യഥാർത്ഥ ലക്ഷ്യം പറയുന്നത്. അവളാണ് ടൈറ്റൻ അറ്റ്ലസിനെ പിറ്റ് ഓഫ് ടാർട്ടസിൽ നിന്ന് രക്ഷിച്ചതെന്നും ലോകത്തിൻ്റെയും മൗണ്ട് ഓഫ് ഒളിമ്പസിൻ്റെയും മൊത്തം ബാലൻസും ഒരു പില്ലറിലാണെന്നും പറയുന്നു. അത് ഹീലിയസിൻ്റെ പവർ ഉപയോഗിച്ച് തകർത്ത് മൗണ്ട് ഓഫ് ഒളിമ്പസിനെ പൂർണ്ണമായി തകർക്കുക എന്നുള്ളതായിരുന്നു പേഴ്സിഫണിയുടെ ലക്ഷ്യം. ഇതിന് ഒരു കാരണം കൂടിയുണ്ട്. സിയൂസ് ഒരു ചതിയിലൂടെയാണ് പേഴ്സിഫണിയെ ഹേഡിസിനെ കൊണ്ട് വിവാഹം ചെയ്യിച്ചത്. ശേഷം അവളെ ലാൻഡ് ഓഫ് ഡെത്തിലെ ക്വീനായി വാഴിച്ചു എന്നുള്ളതുമാണ് അവളുടെ പകയുടെ കാരണം. പക്ഷേ ഈ പില്ലർ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ക്രേറ്റോസും മകളും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലമായ എലീഷ്യം നശിക്കും എന്ന് ക്രേറ്റോസിന് മനസ്സിലായി. വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് തന്നെ തൻ്റെ മകളെ ക്രേറ്റോസ് ഉപേക്ഷിച്ച് വീണ്ടും ഗോസ്റ്റ് ഓഫ് സ്പാർട്ടയായി പേഴ്സിഫണിയെ പിന്തുടരുന്നു. ടൈറ്റൻ അറ്റ്ലസ് പില്ലർ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അറ്റ്ലസിൻ്റെ ബന്ധിപ്പിച്ച ചങ്ങല പില്ലറുമായി കണക്ട് ചെയ്യുന്നു. അതോടെ ഹീലിയസ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പിന്നീട് ക്രേറ്റോസ് പേഴ്സിഫണിയെയും കൊല്ലുന്നു. പക്ഷേ പില്ലറിൻ്റെ പകുതി ഭാഗവും നശിച്ചിരുന്നു. ബാക്കിയുള്ള പില്ലറിൻ്റെ ഭാഗങ്ങളും അറ്റ്ലസിൻ്റെ കൈകളിലായിരുന്നു. ക്രേറ്റോസിനെ നോക്കിക്കൊണ്ട് അറ്റ്ലസ് നീ ഗോഡ്സിൻ്റെ അടിമയാണെന്ന് പറയുന്നു. പക്ഷേ തൻ്റെ നൈറ്റ്മെയറിൽ നിന്ന് രക്ഷപ്പെടാൻ തനിക്ക് ഗോഡ്സിൻ്റെ അടിമയാവാതെ വേറെ രക്ഷയില്ലെന്ന് ക്രേറ്റോസ് മറുപടി പറയുന്നു. പിന്നീട് ക്രേറ്റോസ് ഹീലിയസിൻ്റെ രഥം ഉപയോഗിച്ച് മനുഷ്യരാശി രക്ഷിക്കുന്നു. പിന്നീട് ഓരോ ഡ്യൂട്ടിയുടെ ഭാഗമായി ക്രേറ്റോസ് പല സ്ഥലങ്ങളിലും പോകുന്നു. അതുമാത്രമല്ല ഒളിമ്പസ് ഗോഡ്സിൻ്റെ എല്ലാ ജോലികളും ചെയ്തു തീർക്കുന്നു. അതിനുശേഷം ക്രേറ്റോസ് അഥീനയോട് തന്നെ നൈറ്റ്മേഴ്സിൽ നിന്ന് രക്ഷിക്കുന്നത് എന്നാണെന്ന് ചോദിക്കുന്നു. 10 years, Athena. I have faithfully served the gods for 10 years. When will you relieve me of these nightmares? അഥീന അതിനായി ക്രേറ്റോസിന് ഒരു ഫൈനൽ ടാസ്ക് കൂടി കൊടുക്കുന്നു. ഇതുവരെ ചെയ്ത ടാസ്കുകൾ വെച്ച് വലിയൊരു ടാസ്ക് ആയിരുന്നു അഥീന കൊടുത്തത്. മറ്റൊന്നുമല്ല, ഗോഡ് ഓഫ് വാറായ ഏരീസിനെ കൊല്ലുക എന്നതായിരുന്നു അത്. ഇപ്പോൾ ഏരീസ് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഓരോ സിറ്റിയും തകർക്കുന്നതെന്നും ഇപ്പോൾ അഥീനയുടെ സിറ്റിയായ ഏതൻസാണ് നശിപ്പിക്കുന്നതെന്നും പറയുന്നു. ഏതൻസിലെത്തിയ ക്രേറ്റോസ് ഒരു ശവക്കുഴി കുഴിക്കുന്ന ഒരു മിസ്റ്റീരിയസ് മാനിനെ കാണുകയാണ്. അയാൾ ക്രേറ്റോസിനോട് ഞാൻ നിന്റെ കുഴി കുഴിക്കുന്നത് വരെ നീ മരിക്കില്ല എന്ന് പറയുന്നു. ശേഷം ക്രേറ്റോസ് ഏതൻസിലെ ഒറാക്കിളിനെ കാണുന്നു. അവർ ഏരീസിനെ കൊല്ലണമെങ്കിൽ പാൻഡോറ ബോക്സ് തുറക്കണമെന്ന് പറയുന്നു. ആ ബോക്സ് സിയൂസിൻ്റെ അച്ഛനായ ടൈറ്റൻ ക്രോണോയുടെ മുതുകിൽ പിടിപ്പിച്ച് ഡെസേർട്ട് ഓഫ് ലോസ്റ്റ് സോളിലെ ടെമ്പിളിനകത്തുണ്ട് എന്ന് പറയുന്നു. ടൈറ്റൻസുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം സിയൂസ് ക്രോണോനെ ശപിച്ച് ഒരു നെവർ എൻഡിങ് ഡെസേർട്ടിൽ അലയാൻ വിട്ടിരിക്കുകയായിരുന്നു. ക്രേറ്റോസ് എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് പാൻഡോറ ബോക്സിൻ്റെ അടുത്തെത്തി അത് തിരിച്ചു കൊണ്ടുപോകാൻ നേരം ഏരീസ് ഒരു വലിയ മൂർച്ചയുള്ള പില്ലറെടുത്ത് അവൻ്റെ നേരെ എറിഞ്ഞു കൊല്ലുന്നു. മരിച്ച ക്രേറ്റോസ് അണ്ടർവേൾഡിലേക്ക് പോകുന്ന സമയത്താണ് ക്രേറ്റോസിനെ ആ ശവക്കുഴി കുഴിക്കുന്ന മിസ്റ്റീരിയസ് മാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രേറ്റോസ് തിരിച്ച് ഏതൻസിലെത്തി. ഒപ്പം നിനക്കിപ്പോഴും ഏരീസിനെ കൊല്ലാനുള്ള ശക്തിയുണ്ടെന്ന് അയാൾ ക്രേറ്റോസിനോട് പറയുന്നു. ക്രേറ്റോസ് ഏരീസിൻ്റെ കയ്യിലുണ്ടായിരുന്ന പാൻഡോറ ബോക്സ് എറിഞ്ഞു വീഴ്ത്തിയിട്ട് അത് തുറക്കുന്നു. പാൻഡോറ ബോക്സിൻ്റെ ശക്തി കൊണ്ട് തന്നെ ക്രേറ്റോസിന് ഏരീസിൻ്റെ അത്രയും സൈസിലേക്ക് മാറാൻ പറ്റുന്നു. പക്ഷേ ഏരീസ് ക്രേറ്റോസിന് കൊടുത്ത ബ്ലേഡ്സ് ഓഫ് കെയോസ് വെച്ച് തന്നെ ക്രേറ്റോസിൻ്റെ ഭാര്യയുടെയും മകളുടെയും ഓർമ്മയിലേക്ക് കൊണ്ടുപോയി മെൻ്റലി തകർക്കാൻ തുടങ്ങി. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച ക്രേറ്റോസ് പെട്ടെന്ന് അഥീനയുടെ ടെമ്പിളിൽ ഒരു വലിയ സ്വാഡ് കാണുന്നു. അതെടുത്ത് ക്രേറ്റോസ് ഏരീസിനെ കൊല്ലുകയും ചെയ്യുന്നു. I was trying to make you a great warrior. You succeeded. അങ്ങനെ അവസാന ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ക്രേറ്റോസ് അഥീനയോട് തന്നെ തൻ്റെ നൈറ്റ്മറിൽ നിന്ന് മോചിപ്പിക്കാനായി പറയുന്നു. പക്ഷേ ക്രേറ്റോസിന് തൻ്റെ തെറ്റുകൾ ക്ഷമിച്ച് മാപ്പ് നൽകാമെങ്കിലും നൈറ്റ്മറിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. പ്രതീക്ഷ കൈവിട്ട ക്രേറ്റോസ് ഏതൻസിലെ ഏറ്റവും വലിയ പർവ്വതത്തിന് മുകളിൽ നിന്നെടുത്ത് ചാടുന്നു. പക്ഷേ അതിനെ അവനെ രക്ഷിച്ച് ഏരീസ് ഇരുന്നിരുന്ന പൊസിഷനായ ഗോഡ് ഓഫ് വാറിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുകയാണ്. അങ്ങനെ വെറും ഒരു മോർട്ടലായിരുന്ന ക്രേറ്റോസ് ഒരു ഗോഡായി മാറുകയാണ്. എന്നിട്ടും ക്രേറ്റോസിന് തൻ്റെ നൈറ്റ്മേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയിരുന്നില്ല. എന്നാൽ അതിൽ ക്രേറ്റോസ് ഒരു വിഷൻ കാണുകയാണ്. പൊസൈഡൻ ടെമ്പിളിൽ നിന്ന് തൻ്റെ അമ്മ തന്നെ വിളിക്കുന്നതായിട്ടായിരുന്നു ക്രേറ്റോസ് കണ്ടത്. അങ്ങനെ പൊസൈഡൻ സിറ്റിയായ അറ്റ്ലാന്റിസിൽ പോയ ക്രേറ്റോസ് അമ്മയെ കാണുകയാണ്.
ക്രൈറ്റോസിന്റെ അനിയനായ ഡീമോസ് ജീവിച്ചിരിപ്പുണ്ടെന്നും അവനെ ഡെത്ത് ഡൊമൈനിൽ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും അമ്മ പറയുന്നു. സിയൂസ് ക്രൈറ്റോസിന്റെ അച്ഛനാണെന്ന് അമ്മ പറയുന്നതിന് തൊട്ടു മുന്നേ തന്നെ അമ്മ ഒരു മോൺസ്റ്ററായി മാറുന്നു. കാരണം ഈ ഒരു സത്യം പുറത്താരുടെങ്കിലും പറഞ്ഞാൽ ക്രൈറ്റോസിന്റെ അമ്മ ഒരു മോൺസ്റ്ററായി മാറുന്ന രീതിയിലുള്ള ഒരു ശാപം സിയൂസ് കൊടുത്തിരുന്നു. ശേഷം അറ്റ്ലാന്റിസ് വാഴുന്ന ടൈറ്റനായ തെറയെ ക്രൈറ്റോസ് കാണുകയാണ്. ക്രൈറ്റോസ് തെറയെ മോചിപ്പിച്ച് അവരുടെ പവറും നേടുന്നു. അതോടെ അറ്റ്ലാന്റിസ് നശിക്കുകയും ചെയ്യുന്നു. പിന്നെ വീണ്ടും ചില കാര്യങ്ങളിൽ തീർപ്പ് വരുത്താനായി സ്പാർട്ടയിലേക്ക് പോകുന്ന വഴി ഗോഡ് ഓഫ് ഡെത്ത് താനറ്റോസിന്റെ മകൾ ക്രൈറ്റോസിനെ കൊല്ലാനായി വരുന്നു. എന്നാൽ ക്രൈറ്റോസ് അവളെയും കൊന്ന് സ്പാർട്ടയിലെത്തുന്നു. അവിടെ വെച്ച് തൻ്റെ ഒരു പഴയ ആർമി മെമ്പറിനെ ക്രൈറ്റോസ് കാണുന്നു. അയാളിൽ നിന്ന് പണ്ട് ആർമി ജനറലായിരുന്നപ്പോഴുള്ള വെപ്പൺസ് കിട്ടുകയും ചെയ്യുന്നു. അപ്പോഴാണ് ക്രൈറ്റോസിന് മനസ്സിലാവുന്നത് ഡെത്ത് ഡൊമൈനിലേക്കുള്ള വഴി അറ്റ്ലാന്റിസിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഡെത്ത് ഡൊമൈനിലേക്ക് പോയി തൻ്റെ ബ്രദറായ ഡീമോസിനെ ക്രൈറ്റോസ് കാണുന്നു. വർഷങ്ങളോളം തന്നെ രക്ഷിക്കാൻ വരാത്തത് കൊണ്ട് ക്രൈറ്റോസിനോട് പ്രതികാരം ചെയ്യാനിരിക്കുകയായിരുന്നു ഡീമോസ്. എങ്കിലും ക്രൈറ്റോസ് അവനെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ ഡീമോസ് ക്രൈറ്റോസിനെ കൊല്ലാനായി ശ്രമിച്ചപ്പോൾ ഗോഡ് ഓഫ് ഡെത്തായ താനറ്റോസ് ഡീമോസിനെ പിടിച്ച് ആഴങ്ങളിലേക്ക് പോയി. അപ്പോൾ ക്രൈറ്റോസും പിന്നാലെ പോവുകയാണ്. താഴെയെത്തിയ ക്രൈറ്റോസ് ഡീമോസിന് തൻ്റെ സ്പാർട്ടൻ ജനറൽ വെപ്പൺ കൊടുത്ത് അവർ രണ്ടുപേരും ചേർന്ന് താനറ്റോസുമായി ഫൈറ്റ് ചെയ്യുന്നു. താനറ്റോസുമായുള്ള ഫൈറ്റിനിടയിൽ താനറ്റോസ് ഡീമോസിന് നല്ല രീതിയിലുള്ള പരിക്കേൽപ്പിക്കുകയാണ്. ഇത് സഹിക്കാൻ പറ്റാതിരുന്ന ക്രൈറ്റോസ് റേജ് ഓഫ് സ്പാർട്ടൻ എന്ന പവർ യൂസ് ചെയ്ത് ഗോഡ് ഓഫ് ഡെത്ത് താനറ്റോസിനെ വളരെ ബ്രൂട്ടലായി തന്നെ കൊല്ലുന്നു. ഡീമോസ് ഇതിനിടയിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡീമോസിന്റെ ബോഡിയും താങ്ങി ക്രൈറ്റോസ് പോകുന്ന വഴിക്ക് ശവക്കുഴി കുഴിക്കുന്ന മിസ്റ്റീരിയസ് മാനെ കാണുകയാണ്. അയാൾ ഡീമോസിന്റെ കുഴി ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ക്രൈറ്റോസ് സൂയിസൈഡ് ചെയ്യാൻ വരെ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് ക്രൈറ്റോസ് ആലോചിക്കുന്നത് തന്നെ ഗോഡ്സ് എന്താക്കി മാറ്റിയെന്നുള്ളത്. അപ്പോൾ അതിന ക്രൈറ്റോസിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, മോർട്ടൽ വേൾഡിലെ സ്വന്തക്കാരെല്ലാം നഷ്ടമായ സ്ഥിതിക്ക് തനിക്ക് കംപ്ലീറ്റായി ഒരു ഗോഡായി ജീവിക്കാമെന്ന്. അങ്ങനെ അതിന ക്രൈറ്റോസിനെ കംപ്ലീറ്റ് ഗോഡാക്കാൻ ശ്രമിക്കുന്നതിനിടെ അതിനെ ക്രൈറ്റോസ് തടയുന്നു. ഇപ്പോൾ ക്രൈറ്റോസിന്റെ മനസ്സിൽ തന്നെ ഒരു പാവയെപ്പോലെ ടമ്മാനമാട്ടിയ ഗോഡ്സിനോടുള്ള പ്രതികാരമായിരുന്നു. ഗോഡ് ഓഫ് വാറിന്റെ സിംഹാസനത്തിലിരുന്ന് ഗ്രീസ് ജയിക്കാൻ വേണ്ടി സ്പാർട്ടൻ ആർമിയെ ഉപയോഗിച്ച് ഒരുപാട് പട്ടണങ്ങൾ ക്രൈറ്റോസ് പിടിച്ചടക്കുന്നു. അതിന്റെ ഭാഗമായി ക്രൈറ്റോസ് സിറ്റി ഓഫ് റോഡ്സ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അദീന വന്ന് പറയുകയാണ് ഗോഡ്സിന് ക്രൈറ്റോസിന്റെ പ്രവർത്തികൾ ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. പക്ഷേ ക്രൈറ്റോസ് ഇതൊന്നും വകവെക്കാതെ തന്നെ ആർമിയുമായി മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് ഒരു പരുന്ത് വന്ന് ക്രൈറ്റോസിന്റെ ഗോഡ്സ് പവർ എടുത്ത് കൊളോസസ് ഓഫ് റോഡ്സ് എന്ന പ്രതിമയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ സിയൂസ് കൊളോസസ് ഓഫ് റോഡ്സിനെ തോൽപ്പിക്കാനായി ബ്ലേഡ്സ് ഓഫ് ഒളിമ്പസ് ക്രൈറ്റോസിന് ഇട്ടുകൊടുക്കുന്നു. ഈ ഒരു ബ്ലേഡ് എടുക്കാൻ ക്രൈറ്റോസിന് തൻ്റെ മുഴുവൻ ഗോഡ് പവേഴ്സും ബ്ലേഡിലേക്ക് കൊടുക്കേണ്ടതായി വന്നു. ആ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ക്രൈറ്റോസ് കൊളോസസിനെ കൊല്ലുന്നു. എന്നാൽ മരിച്ച കൊളോസസിന്റെ കൈ വന്ന് ക്രൈറ്റോസിന്റെ ദേഹത്ത് വീണതിനാൽ ക്രൈറ്റോസിന് ഇഞ്ചുറീസ് ഉണ്ടാകുന്നു. അപ്പോഴാണ് ക്രൈറ്റോസിന് മനസ്സിലാവുന്നത് തൻ്റെ ഗോഡ് പവർ എടുത്ത ആ പരുന്ത് സിയൂസ് ആയിരുന്നു എന്ന്. ഏരിസിനെ കീഴ്പ്പെടുത്തിയ പോലെ സിയൂസിനെയും ക്രൈറ്റോസ് കീഴ്പ്പെടുത്തുമോ എന്ന ഭയം സിയൂസിന് ഉണ്ടായതുകൊണ്ടാണ് ക്രൈറ്റോസിനോട് തൻ്റെ അടിമയായി ജീവിക്കാൻ പറയുന്നത്. അതിൽ ധിക്കാരം കാണിച്ച ക്രൈറ്റോസിനെ സിയൂസ് കൊല്ലുകയും മുഴുവൻ സ്പാർട്ടൻ ആർമിയെയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ക്രൈറ്റോസ് പിന്നെയും ഡെത്ത് ഓഫ് ഹേഡിസ് അണ്ടർവേൾഡിലേക്ക് പോകുന്നു. അവിടെ വെച്ച് മദർ എർത്ത് ഗായ സിയൂസ് ടൈറ്റൻസിനോട് കാണിച്ച ക്രൂരതകളെക്കുറിച്ച് പറയുന്നു. ഒപ്പം സിയൂസിനോട് പ്രതികാരം ചെയ്യാനും ആവശ്യപ്പെട്ടു. ഗോഡ് പവർ നഷ്ടപ്പെട്ട ക്രൈറ്റോസ് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഗായ തന്ന പെഗസ് എന്ന പറക്കുകുതിരയുടെ മുകളിൽ കയറി സിസ്റ്റർ ഓഫ് ഫെയ്ത്തിന്റെ അടുക്കൽ പോകുന്നു. സിസ്റ്റർ ഓഫ് ഫെയ്ത്തിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് സിയൂസ് തന്നെ കൊല്ലുന്നതിന് തൊട്ടു മുൻപുള്ള സമയത്തേക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് ഗായ ക്രൈറ്റോസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു യാത്രക്കിടയിൽ ക്രൈറ്റോസ് ഇക്രസ് എന്ന എനിമിയെ കാണുന്നു. അവൻ ക്രൈറ്റോസിനെ ഐലൻഡ് ഓഫ് ഗ്രീഷ്യമിൽ നിന്ന് താഴെ വലിച്ചിടുന്നു. പക്ഷേ ക്രൈറ്റോസ് അവന്റെ ചിറക് പറിച്ചെടുത്ത് പറന്ന് താഴെ എത്തുന്നു. അവിടെ വെച്ച് ക്രൈറ്റോസ് ടൈറ്റൻ അറ്റ്ലസിനെ കാണുന്നു. താൻ ഗോഡ്സ് ഓഫ് ഒളിമ്പസിന്റെ അടിമയല്ലെന്നും തനിക്ക് സിയൂസിനോട് പ്രതികാരം ചെയ്യണമെന്നും ക്രൈറ്റോസ് അറ്റ്ലസിനോട് പറയുന്നു. അങ്ങനെ അറ്റ്ലസ് ക്രൈറ്റോസിനെ സഹായിക്കാൻ തീരുമാനിക്കുകയും എന്നിട്ട് ക്രൈറ്റോസിനെ മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. സിസ്റ്റേഴ്സ് ഓഫ് ഫെയ്ത്തിന്റെ അടുത്ത് വന്ന ക്രൈറ്റോസ് തന്റെ വിധി എഴുതി മാറ്റാനായി ആവശ്യപ്പെടുന്നു. എന്നാൽ അവർ അവനെ വധിക്കാനായി ശ്രമിച്ചുവെങ്കിലും ക്രൈറ്റോസ് 2 സിസ്റ്റേഴ്സിനെയും കൊന്ന് പാസ്റ്റ് മിററിലിട്ട് ബന്ധിക്കുന്നു. അവസാനം എല്ലാ വിധികളെയും മാറ്റി എഴുതുന്ന മെയിൻ ആളെയും ക്രൈറ്റോസ് തോൽപ്പിച്ചതിന് ശേഷം ക്രൈറ്റോസ് തന്നെ സ്വന്തം വിധി എഴുതി മാറ്റുന്നു. ടൈം ട്രാവൽ ചെയ്യുന്ന സിയൂസ് തന്നെ കൊല്ലുന്നതിന് തൊട്ടു മുൻപുള്ള സമയത്തേക്ക് തിരിച്ചെത്തുന്നു. വീണ്ടും സിയൂസും ക്രൈറ്റോസും തമ്മിലുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ആവുകയും ചെയ്യുന്നു. ബ്ലേഡ്സ് ഓഫ് ഒളിമ്പസ് വെച്ച് ക്രൈറ്റോസ് സിയൂസിനെ കൊല്ലുന്നതിന് തൊട്ടു മുൻപ് അതിനെ മുൻപിൽ ചാടി വന്ന് സ്വയം സാക്രിഫൈസ് ചെയ്ത് സിയൂസിനെ രക്ഷിക്കുന്നു. മരിക്കുന്നതിന് മുൻപ് സിയൂസ് ആണ് തന്റെ അച്ഛനെന്നും സിയൂസ് ആണ് ഒളിമ്പസ് എന്നും സിയൂസിനെ നശിപ്പിച്ചാൽ ഒളിമ്പസ് മൊത്തത്തിൽ നശിക്കുമെന്നും അദീന ക്രൈറ്റോസിനോട് പറയുന്നു.
എങ്കിലും ക്രേറ്റോസ് അതിനൊന്നും വകവെച്ചില്ല. തനിക്ക് ടൈം ട്രാവൽ എബിലിറ്റി ഉള്ള കാര്യം ഗായ ക്രേറ്റോസിനെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ക്രേറ്റോസ് ലൂം ചേമ്പറിലെത്തി ഇതിനൊക്കെ തുടക്കം കുറിച്ച സിയൂസ് എല്ലാ ടൈറ്റൻസിനെയും കൊന്ന സമയത്തേക്ക് തിരിച്ചു പോകുന്നു. അവിടെ വെച്ച് മദർ എർത്ത് ഗായയുടെ അടുത്ത് ചെന്ന് നിങ്ങൾക്ക് യുദ്ധം ജയിക്കാൻ പറ്റും, എന്നാൽ അത് ഈ സമയത്തല്ല, നിങ്ങൾ എൻ്റെ സമയത്തേക്ക് വരണമെന്നും പറഞ്ഞ് ഗായയും കൊണ്ട് പ്രസന്റ് ടൈമിലേക്ക് തിരിച്ചു പോകുന്നു. പ്രസന്റ് ടൈമിലേക്ക് എല്ലാ ടൈറ്റൻസും തിരിച്ചു വരുന്നത് കണ്ട സിയൂസ് എല്ലാ ഒളിമ്പിയൻ ഗോഡ്സിന്റെയും അടുത്ത് ക്രേറ്റോസിനെയും അവൻ്റെ ഒപ്പമുള്ളവരെയും കൊല്ലാനായി ഓർഡർ കൊടുക്കുന്നു. Zeus, your son has returned! I bring the destruction of Olympus! ആദ്യം യുദ്ധത്തിന് വരുന്നത് ഗോഡ് ഓഫ് സീ ആയ പൊസൈഡനാണ്. പക്ഷേ ക്രേറ്റോസ് പൊസൈഡനെ കൊല്ലുന്നു. അത് കഴിഞ്ഞ് ഗായയും ക്രേറ്റോസും മൗണ്ട് ഓഫ് ഒളിമ്പസിന്റെ ടിപ്പ് വരെ എത്തുമെങ്കിലും സിയൂസ് അവരെ അടിച്ച് താഴെയിടുന്നു. ക്രേറ്റോസിനെ രക്ഷിക്കുന്നതിനിടയിൽ ഇത് ശരിക്കും ടൈറ്റൻസും സിയൂസും തമ്മിലുള്ള യുദ്ധമാണെന്നും നിനക്കിതിൽ ഒരു കാര്യവുമില്ലെന്നും ഞങ്ങൾക്ക് പാസ്റ്റിൽ നിന്ന് പ്രസന്റിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു പാത്ത് മാത്രമായിരുന്നു നീയെന്നും പറഞ്ഞ് ക്രേറ്റോസിനെ ഗായ താഴേക്കിടുന്നു. ക്രേറ്റോസ് താഴെയുള്ള റിവറായ സ്റ്റിങ്സിലേക്ക് വീഴുന്നു. അപ്പോൾ അദീന ഗോസ്റ്റ് ഫോമിൽ വന്ന് സിയൂസിനെ തോൽപ്പിക്കണമെങ്കിൽ ഫ്ലെയിംസ് ഓഫ് ഒളിമ്പസ് അണയ്ക്കണമെന്ന് പറയുന്നു. കുറച്ചു മുൻപ് സിയൂസിനെ രക്ഷിക്കാൻ വേണ്ടി സാക്രിഫൈസ് ചെയ്ത നീ എന്തുകൊണ്ടാണ് സിയൂസിനെ തോൽപ്പിക്കാനായി എന്നെ സഹായിക്കുന്നതെന്ന് ക്രേറ്റോസ് ചോദിക്കുന്നു. പക്ഷേ ഗോസ്റ്റ് ഫോമിലായപ്പോഴാണ് സിയൂസ് തെറ്റാണെന്നും ക്രേറ്റോസ് ശരിയാണെന്നും അദീനയ്ക്ക് മനസ്സിലാകുന്നു. പിന്നെ ഗോഡ് ഓഫ് ഹെയ്ഡിസിന്റെ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ഹെയ്ഡിസിന്റെ സോൾ പുറത്തെടുത്തുകൊണ്ട് തന്നെ അയാളെ കൊല്ലുന്നു. പിന്നീട് ഗോഡ് ഓഫ് സ്മിത്തായ ഹെഫസ്റ്റസിനെയും കാണുന്നു. ക്രേറ്റോസ് ഹെഫസ്റ്റസിന്റെ അടുത്ത് ഫ്ലെയിം ഓഫ് ഒളിമ്പസ് അണയ്ക്കാനുള്ള മാർഗത്തെപ്പറ്റി ചോദിക്കുന്നു. പക്ഷേ അയാൾ പറഞ്ഞു കൊടുക്കുന്നില്ല. അതിനുശേഷം ഗായയെ മൗണ്ട് ഒളിമ്പസിൽ വെച്ച് ക്രേറ്റോസ് കാണുന്നു. എന്നാൽ ഗായയെ വെട്ടി താഴെയിടുകയാണ് ചെയ്തത്. അതേസമയം മറ്റൊരു ടൈറ്റൻ സൺഗോഡായ ഹീലിയസിനെ പിടിച്ചിടിച്ചിട്ടിരുന്നു. അവിടെ നിന്ന് ക്രേറ്റോസ് ഹീലിയസിന്റെ തല പറിച്ചെടുത്ത് കൊല്ലുന്നു. സൺഗോഡ് ആയതുകൊണ്ട് തന്നെ ഹീലിയസ് മരിച്ചതിന് ശേഷം വേൾഡ് മൊത്തം ഇരുട്ടിലാകുന്നു. പിന്നീട് ഗോഡ് ഓഫ് മെസ്സഞ്ചറായ ഹെർമിസിനെയും കൊല്ലുന്നു. പിന്നീട് ക്രേറ്റോസ് ഫ്ലെയിംസ് ഓഫ് ഒളിമ്പസിന്റെ അടുത്തെത്തുന്നു. അപ്പോൾ അദീന ഫ്ലെയിംസിന്റെ പിറകിൽ പാൻഡോറ ബോക്സ് ആണെന്ന് പറയുന്നു. മുൻപ് ക്രേറ്റോസ് തുറന്ന സെയിം പാൻഡോറ ബോക്സ് തന്നെയായിരുന്നു അത്. പക്ഷേ സിയൂസ് അതിൽ അഹങ്കാരം, ഭയം, വെറുപ്പ് എന്നിവ നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്ലെയിം അടയ്ക്കാൻ ഹെഫസ്റ്റസ് ഉണ്ടാക്കിയ കീ ആവശ്യമായിരുന്നു. ഇത് തേടി പോകുന്ന വഴിക്ക് ക്രേറ്റോസ് ഹെർക്കുലീസിനെ കാണുന്നു. സിയൂസിന്റെ വൈഫായ ഹീര ക്രേറ്റോസിനെ കൊല്ലാൻ മകൻ ഹെർക്കുലീസിനോട് പറയുന്നു. പക്ഷേ ക്രേറ്റോസ് ഹെർക്കുലീസിനെ കൊന്ന് ഹെഫസ്റ്റസിന്റെ അടുത്തെത്തുന്നു. ഫ്ലെയിം ഉണ്ടാക്കിയതിനു ശേഷം അതേ ഫ്ലെയിമിൽ നിന്ന് തന്നെ പാൻഡോറ എന്ന കീ ഉണ്ടാക്കിയ കാര്യം ഹെഫസ്റ്റസ് ക്രേറ്റോസിനോട് പറയുന്നു. ഈ കീയുടെ രൂപമെന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ രൂപമായിരുന്നു. ഹെഫസ്റ്റസിന് പാൻഡോറ ഒരു മകളെ പോലെയായിരുന്നു. സിയൂസ് പാൻഡോറ ബോക്സ് എടുക്കാൻ വന്നപ്പോൾ പാൻഡോറയെ രക്ഷിക്കാനായി ഹെഫസ്റ്റസ് പാൻഡോറ ബോക്സ് ഫ്ലെയിമിന്റെ ഉള്ളിൽ വെക്കുന്നതിന് പകരം ടൈറ്റൻ ക്രോണോസിന്റെ പിറകിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ടെമ്പിളിൽ വെക്കുകയായിരുന്നു. നേരത്തെ ക്രേറ്റോസ് പാൻഡോറ ബോക്സ് തുറന്നപ്പോൾ സിയൂസ് ഹെഫസ്റ്റസിനെ മർദ്ദിച്ച് പാൻഡോറയെ പിടിച്ച് ലോക്ക് ചെയ്ത് വെച്ചു. ആ പക ഉള്ളത് കൊണ്ട് തന്നെ ഹെഫസ്റ്റസ് ക്രേറ്റോസിനെ സഹായിക്കാനായി തീരുമാനിക്കുന്നു. ക്രേറ്റോസിന് സഹായകമായ രീതിയിലുള്ളൊരു വെപ്പൺ ക്രിയേറ്റ് ചെയ്ത് തരാമെന്ന് ഹെഫസ്റ്റസ് പറയുന്നു. അതിനായി ഓഫലസ് എന്നൊരു സ്റ്റോൺ വേണമെന്ന് ക്രേറ്റോസിനോട് പറഞ്ഞു. അത് എവിടെ കിട്ടുമെന്നുള്ള ലൊക്കേഷനും ഹെഫസ്റ്റസ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ആ ലൊക്കേഷനിലേക്ക് ക്രേറ്റോസ് പോവുകയും അവിടെ വെച്ച് ക്രേറ്റോസ് ക്രോണോസിനെ കാണുകയും ചെയ്യുന്നു. പക്ഷേ ഗായയെ കൊന്ന ക്രേറ്റോസിനെ കണ്ട ക്രോണോസ് അവനെ വിഴുങ്ങുന്നു. ക്രേറ്റോസ് നേരെ ക്രോണോസിന്റെ വയറ്റിലേക്ക് പോയെങ്കിലും ക്രോണോസിന്റെ വയറ് പൊളിച്ച് പുറത്തു വന്ന് അവനെ കൊന്നതിന് ശേഷം ഒഫ്ലസ്റ്റോണുമായി ക്രേറ്റോസ് തിരിച്ചു ചെല്ലുന്നു. പിന്നീട് ഹെഫസ്റ്റസ് ക്രേറ്റോസിന് വെപ്പൺ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നാൽ പാൻഡോറ ബോക്സ് തുറക്കാൻ പാൻഡോറയെ ക്രേറ്റോസ് കൊല്ലുമെന്ന് മനസ്സിലാക്കിയ ഹെഫസ്റ്റസ് ക്രേറ്റോസിനെ കൊല്ലാനായി ശ്രമിക്കുന്നു. പക്ഷേ ക്രേറ്റോസ് അയാളെ കൊല്ലുന്നു. പിന്നീട് പാൻഡോറയുടെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് സിയൂസിന്റെ ഭാര്യയായ ഹീരയെ കാണുന്നു. ഹീരയാണെങ്കിൽ പാൻഡോറയെക്കുറിച്ച് മോശമായി പറഞ്ഞതുകൊണ്ട് തന്നെ ദേഷ്യത്തിലായി അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു. ഹീര ഒരു നേച്ചർ ഗോഡ് ആയതുകൊണ്ട് തന്നെ വേൾഡിലെ സകല പ്ലാൻസും നശിക്കുന്നു. അങ്ങനെ ക്രേറ്റോസ് പാൻഡോറയെ കണ്ടെത്തുന്നു. പാൻഡോറ ക്രേറ്റോസിന് മുൻപിലേക്കുള്ള വഴി ഗൈഡ് ചെയ്ത് കൊടുക്കുന്നു. പോകുന്ന വഴിക്ക് ഹോപ്പ് അഥവാ പ്രതീക്ഷയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ക്രേറ്റോസിനെ അവൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. As the fear in the gods rose, mine was replaced by hope.
Hope is for the weak, Pandora. Hope is what makes us strong. It is why we are here. It's what we fight with when all else. ക്രേറ്റോസും പാൻഡോറയും ഫ്ലെയിമിന്റെ അടുത്തെത്തി. പക്ഷേ ക്രേറ്റോസ് പാൻഡോറയെ സ്വന്തം മകളെ പോലെ കണ്ടതുകൊണ്ട് തന്നെ മരിക്കാൻ വിടാൻ തയ്യാറായില്ല. പക്ഷേ ആ ബോക്സ് തുറക്കലാണ് തന്റെ ജീവിത ലക്ഷ്യമെന്നും പറഞ്ഞ് പിടിവാശി പിടിച്ച് ക്രേറ്റോസിനെ പറഞ്ഞ് മനസ്സിലാക്കാനായി പാൻഡോറ ശ്രമിക്കുന്നു. എന്നിട്ട് ഫ്ലെയിംസിലേക്ക് പാൻഡോറ പോകുന്നതിനിടയ്ക്ക് സിയൂസ് വരുന്നു. സിയൂസും ക്രേറ്റോസും തമ്മിൽ ഫൈറ്റ് നടക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഫ്ലെയിമിലേക്ക് ചാടാനായി നോക്കിയ പാൻഡോറയെ ക്രേറ്റോസ് രക്ഷിക്കാനായി ശ്രമിക്കുകയും ചെയ്യുന്നു. ഫ്ലെയിമിലേക്ക് ചാടാൻ പോയ അവരുടെ വാക്ക് കേട്ട് സെന്റിമെന്റൽ ലെവലേ എന്നും പറഞ്ഞ് സിയൂസ് പുച്ഛിച്ചത് കേട്ട ക്രേറ്റോസിന് ദേഷ്യം വരുന്നു. പാൻഡോറയെ വിട്ടതിന് ശേഷം ക്രേറ്റോസ് സിയൂസിനെ നേരെ ചാടി വീഴുകയും ചെയ്യുന്നു. അതിനുശേഷം ക്രേറ്റോസ് ആ ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ അതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ സിയൂസും ക്രേറ്റോസും കൂടി ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ ഗായ വന്ന് രണ്ടുപേരെയും കൊല്ലാനായി ശ്രമിക്കുന്നു. പിന്നീട് ക്രേറ്റോസും സിയൂസും ഗായയുടെ ഹാർട്ടിനകത്ത് കയറി ഫൈറ്റ് ചെയ്യൽ തുടങ്ങുന്നു. ക്രേറ്റോസ് സിയൂസിനെ ഗായയുടെ ഹാർട്ടിനോടൊപ്പം ചേർത്ത് നശിപ്പിക്കുന്നു. എങ്കിലും സിയൂസ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു സ്പിരിറ്റ് ഫോമിൽ വന്ന് സിയൂസ് ക്രേറ്റോസുമായി ഫൈറ്റ് ചെയ്യുന്നു. അതിനിടയിൽ ക്രേറ്റോസിന് അവൻ്റെ പാസ്റ്റിനെ കുറിച്ച് ഓർമ്മ വരുന്നു. അങ്ങനെ പാൻഡോറ പറഞ്ഞ ഹോപ്പിൻ്റെ ശക്തിയെക്കുറിച്ച് ആലോചിക്കാനും തുടങ്ങുന്നു. ഹോപ്പ് എന്ന ശക്തി ഉപയോഗിച്ച് സിയൂസിനെ ക്രേറ്റോസ് കൊല്ലുന്നു. ഇതോടെ ക്രേറ്റോസിന്റെ റിവെഞ്ച് പൂർണ്ണമാകുന്നു. നശിച്ചു കിടക്കുന്ന ഒളിമ്പസിനെ നോക്കി നിൽക്കുന്ന സമയത്ത് അദീന വന്ന് പാൻഡോറ ബോക്സിൽ ഉണ്ടായിരുന്ന പവർ തനിക്ക് തിരിച്ചു കൊടുക്കാനായി ആവശ്യപ്പെടുന്നു. പക്ഷേ ക്രേറ്റോസ് താൻ അത് തുറന്നപ്പോൾ എംറ്റി ആയിരുന്നു എന്നുള്ള കാര്യം അദീനയോട് പറയുന്നു. പക്ഷേ ആ പവർ ക്രേറ്റോസിന്റെ കണ്ണിൽ കാണാൻ കഴിയുന്നുണ്ടെന്ന് അദീന പറയുന്നു. സിയൂസ് ഇവിൽ സ്പിരിറ്റിനെ പാൻഡോറ ബോക്സിൽ നിറച്ചപ്പോൾ അദീന തന്റെ പവർഫുൾ വെപ്പണായ ഹോപ്പിനെ കൂടി അതിൽ വെച്ച് നിറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ബോക്സ് എംറ്റി ആയിരുന്നെന്ന് തന്നെയാണ് ക്രേറ്റോസ് അദീനയോട് പറയുന്നത്. ആദ്യം ക്രേറ്റോസ് ആ ബോക്സ് തുറന്നപ്പോൾ ഹോപ്പ് എന്ന പവർ ക്രേറ്റോസിന് ലഭിക്കുകയും ഇവിൽ സ്പിരിറ്റ് മൊത്തം മൗണ്ട് ഒളിമ്പസിലെത്തി സിയൂസിന് കിട്ടുകയും ചെയ്തതുകൊണ്ടാണ് സിയൂസിന്റെ ബിഹേവിയർ വളരെ ബ്രൂട്ടലായി മാറിയതെന്ന് അദീനയ്ക്ക് മനസ്സിലാവുകയാണ്. പക്ഷേ ഗോഡ്സ് വിചാരിച്ചിരുന്നത് ക്രേറ്റോസ് തന്റെ ഇവിൾ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ ഏരിസിനെ തോൽപ്പിച്ചതെന്നാണ്. പക്ഷേ ക്രേറ്റോസിന്റെ കൈവശം ഹോപ്പ് എന്ന പവർ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ആ പവർ അവന്റെ നൈറ്റ്മെയർസിനെ മാറ്റുകയും ചെയ്തു. സിയൂസുമായി ഫൈറ്റ് ചെയ്തപ്പോഴാണ് ക്രേറ്റോസിന് നൈറ്റ്മെയർ പോയതും ഈ ഹോപ്പിന്റെ മറ്റൊരു പവർ പുറത്തോട്ട് വന്നത്. ഇതെല്ലാം പറഞ്ഞ് അദീന തന്റെ പവർ അവൾക്ക് തന്നെ തിരിച്ച് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ക്രേറ്റോസ് ബ്ലേഡ് ഓഫ് ഒളിമ്പസ് സ്വന്തം ശരീരത്തിൽ കുത്തിയിറക്കി ഹോപ്പ് എന്ന പവർ മനുഷ്യരാശിക്ക് നൽകുന്നു. ഇതിൽ ദേഷ്യം കൊണ്ട അദീന അവിടെ നിന്ന് പോകുന്നു. കുറെ നേരം കഴിഞ്ഞതിന് ശേഷം ക്രേറ്റോസിനെ കാണിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ക്രേറ്റോസിന്റെ ബ്ലഡ് ട്രയൽ കടലിലേക്ക് പോകുന്നതാണ്. ഇവിടെയാണ് ഗോഡ് ഓഫ് വാർ 3യുടെ സ്റ്റോറി അവസാനിക്കുന്നത്. ഗ്രീക്ക് മിത്തോളജി കഴിഞ്ഞ് ക്രേറ്റോസിന്റെ ജീവിതം പിന്നീട് തുടങ്ങുന്നത് നോർസ് മിത്തോളജിയിലാണ്. അതിൽ ക്രേറ്റോസിന്റെ മുഖ്യ ശത്രുക്കൾ എന്ന് പറയുന്നത് തോറും ഓഡിനുമാണ്. And this is the story of the God of War Kratos, and I am the Mr. Explainer signing off. Bye!